അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ്. അടയെങ്കിലും അട എല്ലാം ഒരുപോലെ ഇടും. കുറച്ച് വലുത്, കുറച്ച് ചെറുത്. അവസാനം മാവ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അകത്തുള്ള എന്താണ്, അകത്തെന്താണ് ഇടുന്നത്? തേങ്ങയും വെല്ലവും. ഓക്കെ. ആടാടു പാമ്പേ, ആടാടു പാമ്പേ. ഇതാണ് അടയിൽ സ്റ്റഫ് ചെയ്യുന്ന സാധനം അല്ലേ? ഇതിൽ കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പോരെ, ഇത്രയും മതിയോ? ഇതിപ്പോൾ മസാലയെക്കാളും കൂടുതൽ മാവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് ഇതിപ്പോൾ ഇല കീറിപ്പോവാതിരിക്കാനാണ് ഈ ഭാഗത്തോട്ട് ഫോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയും ഫോൾഡ് ചെയ്യാം, പക്ഷെ കീറിപ്പോവും, ഇല കീറിപ്പോവും. ഓക്കെ. ഇത് കംപ്ലീറ്റായി. ഇനി നമ്മളിത് ഗ്യാസിൽ വെക്കാം. കുക്കറിലാണ് വെക്കുന്നത്. എങ്ങനെയാണിത്? കുക്കറിൽ. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടി സ്റ്റീം വന്നിട്ട് ഇത് വേവായിരിക്കും. സോറി, നീങ്ങി നോക്കണം, തിരിഞ്ഞു പോയി. ഇത് കുറച്ച് കട്ടായിട്ടുണ്ട്. ഈ ഇല മാറ്റും, ഇത് വേറൊരു ഇല വരും. ഇത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. അതിപ്പോൾ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. പത്തിരി. ഓക്കെ. 5 വിസിൽ അല്ലേ? അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കുറച്ച് പത്തിരി, കുറച്ച് അട. പത്തിരിക്കുള്ള കൂട്ടാണ് ഫിഷ് കറി. അട